ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ പാരീസിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിനി ബെൽജിയത്തിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും. അങ്ങനെ നമ്മൾ ബെൽജിയത്തിലോട്ട് യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ നോക്കി നല്ല ഈ വിൻഡ് മില്ലൊക്കെയാണ് കേട്ടോ. ഒരു സൈഡ് മുഴുവൻ, ഇപ്പുറത്തെ സൈഡ് മുഴുവൻ ബിൽഡിങ്ങുകളാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങൾ ഈ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് ആ കാഴ്ചകളൊക്കെ മൊത്തം കാണാൻ പറ്റി കേട്ടോ. നല്ല ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ വിൻഡ് മില്ലിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് കണ്ടാലും മതി തീരൂല, അതുപോലെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഭയങ്കര വണ്ണമാണ് കേട്ടോ. ഈ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. അതിൻ്റെ ലീഫിനും അതിൻ്റെ തൂണിനും ഒക്കെ ഭയങ്കര വണ്ണമാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകാൻ അവിടെ സ്റ്റെപ്പും ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ ഡോറും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പോകുമ്പോഴത്തേനും കണ്ട കാര്യമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വിൻഡ് മില്ല് ഇങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ അവിടെ പോകുന്ന വഴിയിലല്ലേ ഇതേപോലെ ഈ പൂക്കളാണ് കേട്ടോ, ഈ മഞ്ഞ കളറുള്ള പൂക്കൾ. നമ്മൾ ആദ്യം വിചാരിച്ചത് കടുകിൻ്റെ പാടമാണെന്നാണ് കേട്ടോ വിചാരിച്ചത്, പക്ഷെ അത് പൂവായിരുന്നു കേട്ടോ. പിന്നെ ഇതേ പോകുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ ഇതുപോലെ വീടുകളൊക്കെ ഉള്ളത്. എല്ലാം നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടുകളൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. മതിലുകളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ വീടുകളൊക്കെ ഈ മൂവിയിലൊക്കെയാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോഴത്തേനെ നമുക്ക് ഈ പെട്ടെന്ന് നമ്മൾ കണ്ട സിനിമയിലെ വീടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മ വരും കേട്ടോ. അങ്ങനെ നമ്മളിതേ ഇവിടെ എത്തി കേട്ടോ. നമ്മുടെ മാണിക്യൻ പീസ് കാണാൻ വേണ്ടി എത്തി കേട്ടോ. ആ മാണിക്യൻ പീസ് കാണാൻ വേണ്ടി എത്തിയതാണേ. അന്നേരത്തേനും എല്ലാവരും ഫുഡ് കഴിക്കാനുള്ളവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഒക്കെ പോയി കേട്ടോ. നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന ആൾക്കാരോട് ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗൈഡിനെയും കണ്ടില്ല കേട്ടോ. നല്ല ഗൈഡായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് പീ ചെയ്യുന്നത് നോക്കി, അത് ഇങ്ങനെ ഒരു വാട്ടറാണ് കേട്ടോ. ഇന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് ചില ദിവസം ഡ്രസ്സ് ഇടാതെയൊക്കെ നിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ബെൽജിയത്തിലുള്ള അറ്റോമിയൻ ആണ് കേട്ടോ. അത് കാണാനും വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയില്ല, നമ്മൾ അതിൻ്റെ പുറത്താണ് കേട്ടോ നിന്നത്. നമ്മൾ 8 രാജ്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഷെങ്കൻ വിസ ആയിരുന്നു കേട്ടോ. അപ്പോൾ 8 രാജ്യങ്ങൾ കയറുന്നുണ്ടായിരുന്നു. കൂടുതൽ രാജ്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഈ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജില്ല പോലെയാണ് കേട്ടോ. ഓരോ ജില്ലയിലോട്ട് കിടക്കുമ്പോൾ ഓരോ ഇങ്ങനെ ബോർഡൊക്കെ വെക്കില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകണം നേരെ ആംസ്റ്റർഡാമിലോട്ടാണ് കേട്ടോ. അപ്പോൾ ആംസ്റ്റർഡാമിലോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ വെൽക്കം ടു ആംസ്റ്റർഡാം എന്നിങ്ങനെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടുന്ന് അറ്റോമിയം കണ്ടിട്ട് നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ ബസ്സിൽ പോകുമ്പോഴും നമുക്ക് അറ്റോമിയം അടുത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ പോകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഈ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കൂടി കയറി ഇങ്ങനെ പാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാം, അതൊക്കെ കാണാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ കയറേണ്ടവർക്ക് കയറാം കേട്ടോ. നമുക്ക് അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ ആംസ്റ്റർഡാമിലോട്ടാണ് കേട്ടോ പോണത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രിപ്പിന് പോകുമ്പോഴത്തേനും എല്ലാവരുമായിട്ട് പാക്കേജ് പോകുമ്പോഴത്തേനും ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു സമയത്തിൻ്റെ പ്രശ്നമൊക്കെ വരും കേട്ടോ. അതായത് നമ്മൾ ഈ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 3 മക്കളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 മക്കളും കൂടി ഇവരെയൊക്കെ റെഡിയാക്കി സമയം കറക്റ്റ് 7:45 ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഷാർപ്പ് 7:45 നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ താഴെ വന്ന് നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പറ്റുമോ, ഈ പിള്ളേരൊക്കെ രാവിലെ വിളിക്കുമ്പോൾ ഏക്കുമോന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ പിള്ളേരും ഒക്കെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. അവരും ഒക്കെ നല്ല രീതിയിൽ തന്നെ വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എണീറ്റ് കുളിച്ച് റെഡിയായി നമ്മൾ താഴെ എത്തുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് കഴിക്കണം. ഇത്ര സമയം വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സമയം അനുസരിച്ചാണല്ലോ ഓരോ സ്ഥലത്തോട്ടും പോണത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ വേണമായിരുന്നു കേട്ടോ നമുക്ക് പോകാൻ വേണ്ടി. എന്തായാലും നമ്മളിതേ ആംസ്റ്റർഡാമിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ അവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ ഇങ്ങനെ ഈ ചെരിച്ച് വെച്ചിരിക്കുന്നത്, അത് ഈ മഞ്ഞുകട്ടയൊക്കെ വീണിട്ട് ഇങ്ങനെ താഴത്തോട്ട്
ഇങ്ങനെ തെന്നി പോകാൻ വേണ്ടി ഐസൊക്കെ വീണിട്ടേ, അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ വിഞ്ഞിരിക്കുന്നത്. അതായത് മഞ്ഞുകട്ടയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്നോ എന്നാണ് കേട്ടോ. അന്നേരം എനിക്ക് സ്നോ എന്ന് പറയാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്നോയൊക്കെ വന്നിട്ട് ഇങ്ങനെ താഴത്തോട്ട് വീഴാൻ വേണ്ടിയാണ് ചെരിച്ച് വെച്ചിരിക്കുന്നത്. നല്ല രസമാണെന്ന് നോക്കിയ വീടൊക്കെ നല്ല ഭംഗിയില്ലേ. ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ രാത്രിയിൽ ഡിന്നർ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നേരെ നമ്മളുടെ ഹോട്ടലിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഫുഡ് കഴിക്കും കേട്ടോ. അവിടെ ഒരു നമുക്ക് 7 മണി സമയത്താണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ പോകുമ്പോഴത്തേനുമാണ് കേട്ടോ നോക്കി നമ്മുടെ ഹോട്ടലിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ രാത്രിയിലത്തെ വ്യൂ ആണ് കേട്ടോ അത്. നമ്മൾ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു ബാൽക്കണിയൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നപ്പോൾ നമ്മളിങ്ങനെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടി ഫോട്ടോ ഒക്കെ എടുത്താണ് കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അവിടെ. അതായത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതൊക്കെ തണുപ്പുള്ളൂ കേട്ടോ. പിന്നെ അവരുടെ എല്ലായിടത്തും അകത്തൊക്കെ മൊത്തം ഹീറ്ററാണ് കേട്ടോ. അകത്ത് മൊത്തം ചൂട്. നമുക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ AC ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് നേരം റൂം തുറന്ന്, അതായത് ജനലൊക്കെ വിൻഡോസുകളൊക്കെ തുറന്നിട്ട് കഴിയുമ്പോഴത്തേനും ഉള്ളിൽ നിന്ന് ഒരു തണുപ്പൊക്കെ കയറി വരും. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്താൽ മതി എന്ന് അവർ പറയാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ടൊക്കെയാണ് കേട്ടോ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.